So hello guys, myself Dr. Tabshir and welcome to a new video. അപ്പോൾ നമുക്ക് ഫിസിക്സിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയ മെക്കാനിക്സ് ആണല്ലേ. ന്യൂമറിക്കൽ പ്രോബ്ലം ഒരുപാട് ചോദിക്കുന്നതുകൊണ്ട് തന്നെ NCERT അകത്തുനിന്നും പുറത്തുനിന്നുള്ള ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ അവിടുന്ന് പഠിക്കേണ്ടി വരും. അൺലൈക്ക് കെമിസ്ട്രി ആൻഡ് ബയോളജി NCERTന്റെ പുറത്തുള്ള കുറച്ച് ഇക്വേഷൻസ് ഫിസിക്സിൽ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ certainly അത് നമുക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ NCERTന്റെ പുറത്തുനിന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് NCERTന്റെ കംപ്ലീറ്റ്ലി പുറത്തുള്ള സംഭവമല്ല. ഇത് NCERTയിലെ കോൺസെപ്റ്റ്സ് നിന്ന് ഡിറൈവ് ചെയ്ത ചില ജനറലൈസ്ഡ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം. ഇത് നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് NCERTയിലെ കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് അതിലോട്ട് എത്താൻ പറ്റും. പക്ഷെ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പം NCERT ഇല്ലാത്ത കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ആവശ്യമാണല്ലേ. അപ്പോൾ നമ്മൾ NCERTന്റെ പുറത്തോട്ട് പോകുമ്പം ആ ലോകം വളരെ വലുതാണ്. നമ്മൾ ഗൈഡ്സ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് പഠിക്കാനും പറ്റില്ല. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഞാനും ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലമാണിത്. NCERTന്റെ പുറത്തോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് മെക്കാനിക്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽസ് ഉള്ളത്. എത്രത്തോളം ഇക്വേഷൻസ് നമ്മൾ പുറത്തുനിന്ന് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ NCERTന്റെ പുറത്തുള്ള 15 മോസ്റ്റ് യൂസ്ഫുൾ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ എ ജേർണി ത്രൂ മെക്കാനിക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ടു ഗ്രാവിറ്റേഷൻ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോനേക്കാളും ഈ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടുതലുണ്ടാവും. ഒരു അറൗണ്ട് 40 to 45 മിനിറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 15 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കണ്ടിട്ട് ആരും പകുതിക്ക് വെച്ച് നിർത്തിപ്പോയരുത്. ബിക്കോസ് ഐ സിൻസിയർലി ബിലീവ് ദാറ്റ് ദിസ് വീഡിയോ ഇസ് ഗോണ ഹെൽപ്പ് യു ഗൈസ് എ ലോട്ട്. കാരണം എന്നെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത പല സ്റ്റുഡൻസും ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആവാൻ വളരെയധികം സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും പകുതിക്ക് വെച്ച് നിർത്തിപ്പോയരുത്. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ്ലി കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക്കലി ഈ 15 ഇക്വേഷൻസ് ഞാൻ പറയുമ്പോൾ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഒന്ന്, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏതെങ്കിലും ടീച്ചർ എനിക്ക് പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ, അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻസ്. രണ്ടാമത്തത്, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചില ട്രിക്സും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഡിറൈവ് ചെയ്ത് വെച്ച കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ 2 ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് മെക്കാനിക്സിലെ ഈ 7 ചാപ്റ്ററിലെ ഇക്വേഷൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അധികം ഡിലേ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടർ തബ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ നമുക്ക് ടോട്ടൽ 15 ഇക്വേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഓർഡർ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് തുടങ്ങി 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ NCERTയിലുള്ള ചാപ്റ്റേഴ്സ് അതേ ഓർഡറിലായിരിക്കും നമ്മളുടെ ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ടൈം കോൺസ്റ്റൻസ്. അപ്പോൾ ടൈം കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ ഒരു കോൺസെപ്റ്റ് വരുന്ന സംഭവമാണ്. കാര്യം ഇത് ചാർജിങ് ആൻഡ് അൺചാർജിങ് ഓഫ് കപ്പാസിറ്ററിൽ ബേസിക്കലി ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ വെച്ചാൽ Q is equal to Q0 into 1 minus e raised to minus t by RC എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇത് ചാർജിങ് ആൻഡ് അൺചാർജിങ് ഓഫ് കപ്പാസിറ്ററിൽ വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം അതല്ല നമ്മുടെ ഉദ്ദേശം ഈ ചാപ്റ്ററിന് അല്ലെങ്കിൽ ഈ ഇക്വേഷന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ എന്താണ് റെലവൻസ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടോ e raised to minus t by RC എന്നുണ്ട്. e raised to പവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ e raised to പവർ t by RCക്ക് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ടിയും ഡയമെൻഷൻ ഓഫ് RCയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ R എന്താണ്, C എന്താണ്? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ്. ഇനി ഒരു എല്ലും കൂടി വരും, അതിനെ ഇൻഡക്റ്റൻസ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ RCക്കും ടൈമിനും ഒരേ ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ RCനെ വിളിക്കുന്ന പേരാണ് എന്ത്, ടൈം കോൺസ്റ്റന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇക്വേഷൻ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. റൂട്ട് LCന്റെ ഡയമെൻഷനും ടൈം കോൺസ്റ്റന്റ് തന്നെയാണ്. അവിടെ L ഈസ് ഇൻഡക്റ്റൻസ് ആൻഡ് L/R ഡയമെൻഷനും ടൈം കോൺസ്റ്റന്റ് തന്നെയാണ്, അല്ലെങ്കിൽ ടൈമിന്റെ തന്നെയാണ്. അതുകൊണ്ട് ഈ 3 എണ്ണത്തിനും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം കോൺസ്റ്റൻസ്. ഇവിടെ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്, C എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ്, L എന്ന് പറഞ്ഞ ഇൻഡക്റ്റൻസ്. ഇതിൽ നമ്മളെ സിഗ്നിഫിക്കൻസ് എന്താ, നമുക്കിത് ക്വസ്റ്റനിൽ എപ്പോഴാണ് യൂസ് ആവുക, ക്വസ്റ്റനിൽ ഏറ്റവും കൂടുതൽ യൂസ് ആവുക. ഇതിന്റെ ഡയമെൻഷൻസ് നിങ്ങൾക്ക് പല രീതിയിലായിട്ട് ക്വസ്റ്റൻസ് വരും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളോട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും ഡയമെൻഷൻ വേറെ കണ്ടിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തൊരു ഡയമെൻഷനിലൂടെ നിർത്താൻ നിൽക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എളുപ്പവഴികൾ പറഞ്ഞിരുന്നത്. സോ RCയുടെയും റൂട്ട് ഓഫ് LCയുടെയും L/Rന്റെയും ഡയമെൻഷൻ ടൈമിന്റെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, അതിനെ നമ്മൾ ടൈം കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാം. അടുത്തത് ആവറേജ് വെലോസിറ്റിനെ കുറിച്ച്. അപ്പോൾ ആവറേജ് വെലോസിറ്റി നിങ്ങൾക്ക് അറിയാം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. അതിന്റെ സ്പെഷ്യൽ കേസസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അതിനെ ഞാൻ ഒന്ന് ജനറലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് ഇഫ് എ പാർട്ടിക്കിൾ ട്രാവൽസ്, 2 രീതിയിലാണ് നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യുന്നത്. If a particle travels equal distance s with velocities v1, v2, v3 up to vn, then average velocity is given by. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു പാർട്ടിക്കിൾ
കുറേ ഈക്വൽ ഡിസ്റ്റൻസസ് ട്രാവൽ ചെയ്യാണ്. എസ് എന്താ അതിൻ്റെ വെലോസിറ്റി? ഫസ്റ്റത്തെ എസ്സിലെ വെലോസിറ്റി v1, അടുത്തതിൽ v2, അങ്ങനെ അപ് ടു vn. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇതിൻ്റെ ആവറേജ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ആണ് n/v ആവറേജ് ഇസ് ഈക്വൽ ടു 1/v1 പ്ലസ് 1/v2 അപ് ടു 1/vn. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ്റെ വേറൊരു രീതി നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ n/v ആവറേജ് ഈസ് ഈക്വൽ ടു 1/v1 പ്ലസ് 1/v2 അപ് ടു 1/vn. ഈ ഇക്വേഷൻ്റെ ഇതൊരു ജനറലൈസ്ഡ് ഫോം ആണ്. ഇതിൻ്റെ സ്പെസിഫിക് ഫോം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വേറെ n/2 നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇഫ് എ ബോഡി ട്രാവൽസ് ഫസ്റ്റ് ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് വെലോസിറ്റി വിത്ത് v1 ആൻഡ് സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് വിത്ത് വെലോസിറ്റി v2, അങ്ങനെയാണെങ്കിൽ v ആവറേജ് ഈസ് ഈക്വൽ ടു 2v1 v2 by v1 plus v2 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? 2v1 v2 by v1 plus v2 ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഈ ഇക്വേഷനിൽ n is equal to 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇവിടെ n is equal to 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2/v ആവറേജ് is equal to 1/v1 plus 1/v2 എന്ന് കിട്ടും. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോം ആണിത്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് n ഇപ്പം ഫസ്റ്റ് 1/3 എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാണാം. അങ്ങനെ എന്ത് നമ്പർ ചോദിച്ചു കഴിഞ്ഞാലും ഈ ജനറലൈസ്ഡ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ആവറേജ് വെലോസിറ്റിൻ്റെ സെക്കൻഡ് ഹാഫ് ഞാൻ പറയുന്നത് ഇഫ് എ പാർട്ടിക്കൽ ട്രാവൽസ് അറ്റ് വെലോസിറ്റീസ് v1 v2 v3 വിത്ത് ഈക്വൽ ടൈം ഇന്റർവെൽസ്. ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു, ഇവിടെ ഈക്വൽ ടൈം ഇന്റർവെൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ v ആവറേജ് ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2 പ്ലസ് അപ് ടു vn ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ പറയാനാണ് നമ്മൾ ആവറേജ് വെലോസിറ്റിൻ്റെ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ വീണ്ടും ഈ ഇക്വേഷൻ ഒരു ജനറലൈസ്ഡ് ഫോമാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വേറെ അഗൈൻ n is equal to if a body travels first half of time with velocity v1 and second half of time with velocity v2. ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? v1 plus v2 by 2 അല്ലേ? അപ്പം ഈ ഇക്വേഷനിൽ n is equal to 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ v average is equal to v1 plus v2 by 2. അഗൈൻ നമ്മളോട് എത്ര സ്പ്ലിറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. സോ ആവറേജ് വെലോസിറ്റിൻ്റെ ഇക്വേഷനും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഡിഫറൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ എക്സ് വി ആൻഡ് എ. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ ഫസ്റ്റ് ടൈം കോൺസ്റ്റന്റ് പറഞ്ഞു, 1 ഡയമെൻഷനിലോട്ട് നമ്മൾ കയറി, 1 ഡയമെൻഷനിൽ ആവറേജ് വെലോസിറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ഡിഫറൻഷ്യൽ റിലേഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ റിലേഷനിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇക്വേഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ നോക്കുക, അതായത് നമുക്കറിയാം ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv by dt എന്ന് നമുക്കറിയാം അല്ലേ? ആക്സലറേഷൻ ഈസ് ഈക്വൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആക്സലറേഷൻ ആണ് dv by dt. ഞാൻ ഈ dv by dt എന്ത് ചെയ്യാണ്? ഞാനൊരു dx by dx ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, കാരണം dx by dx എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി 1 ആണ്. അപ്പോൾ dx by dx ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. ഇനി ഞാൻ എന്തിനാ ചെയ്യാണ്? ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ ഈ dxനെയും dt-നെയും അങ്ങോട്ടും മാറ്റി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിനെങ്ങനെ എഴുതും? dv by dx ഇൻറ്റു dx by dt, dv by dx ഇൻറ്റു dx by dt. അപ്പോൾ dx by dt എന്താണ്? dx by dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഇവിടെ a ഉണ്ട് അല്ലേ? അപ്പോൾ a ഈസ് ഈക്വൽ ടു dv by dx ഇൻറ്റു വെലോസിറ്റി. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? v ഇൻറ്റു dv ഇവിടെ ഉണ്ടാവും, ഈ dx ഇങ്ങോട്ട് പോകും. അപ്പോൾ എനിക്ക് അൾട്ടിമേറ്റ്ലി എന്ത് കിട്ടും? v dv ഈസ് ഈക്വൽ ടു a dx എന്ന് കിട്ടും. v dv ഈസ് ഈക്വൽ ടു a dx. സോ v dv ഈസ് ഈക്വൽ ടു a dx എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? 1 ഡയമെൻഷനിലെ ഒരുപാട്, അതായത് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dv by dt ആണ്, അല്ലെങ്കിൽ d2x by dt സ്ക്വയർ എന്ന് പറയാം. അതുപോലെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx by dt ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. ബട്ട് ദിസ് ബിലീവ് മീ ഗൈസ്, ഇതിൻ്റെ ഒരു സാറ് പറയുന്ന ഇക്വേഷൻ ആട്ടോ, ഇതെനിക്കൊരു സാറ് പറയുന്ന ഇക്വേഷൻ ആണ്. ബട്ട് ദിസ് ഇക്വേഷൻ വാസ് വെരി മച്ച് യൂസ്ഫുൾ ഫോർ മീ ഗൈസ്. കാരണം ചില ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങളോട് s is equal to 5t² - 6 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വെലോസിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റും. കാരണം ആ ഒരു ലെവലൊക്കെ നമ്മൾ എത്തി. കാരണം നമുക്കറിയാം എക്സിനെ ഒരിക്കൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അതിന് നമുക്ക് ആക്സലറേഷൻ കാണണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? s is equal to 6t² - 5 എനിത്തിങ് എക്സ്. അപ്പം അവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളോട് ചോദിക്കുന്നത് x is equal to 6t² - 5 ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മളോട് വെലോസിറ്റി ചോദിച്ചു. അപ്പോൾ സാധാരണ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇവിടെ എന്തുണ്ടാവും? RHS ൽ t എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഉണ്ടാവാറ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ, അതിനാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ചെയ്തത്, ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് LHS-ഉം RHS-ഉം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി എന്ന് പറഞ്ഞൊരു ഫാക്ടർ അവിടെ കാണില്ല. അതായത് ടൈം എന്ന് പറഞ്ഞൊരു വേരിയബിൾ അവിടെ ഉണ്ടാവില്ല, വെലോസിറ്റിയും ഡിസ്റ്റൻസും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഏത് ബുക്ക് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് എക്സാം എഴുതി നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് സാധാരണ പഠിച്ച പോലെ ആക്സലറേഷൻ ഈക്വൽ ടു dv by dt എന്നോ വെലോസിറ്റി ഈക്വൽ ടു dx by dt എന്നുള്ള ഇക്വേഷൻസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ടി എന്ന് പറഞ്ഞ വേരിയബിളേ ഇല്ല. ടി എന്ന് പറഞ്ഞ വേരിയബിൾ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഇക്വേഷൻ ആണ് v dv ഈസ് ഈക്വൽ ടു a dx.
ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ആ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, വി ഡി വി ഈക്വൽ എ ഡി എക്സ്. അത് എങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എങ്ങനത്തെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക? when there will be no factor called t in both LHS and RHS. ഓക്കെ അല്ലേ? ശരി, അടുത്ത സ്ലൈഡിലോട്ട് പോകാം. സോ നമുക്ക് നാലാമത്തെ ഇക്വേഷൻ നോക്കാം അല്ലേ? അപ്പോൾ നാലാമത്തെ ഇക്വേഷൻ ടൈം വെൻ ടു സ്റ്റോൺസ് മൂവിങ് ഇൻ 1D മോഷൻ മീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബേസിക്കലി റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കോൺസെപ്റ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്നുള്ള ടോപ്പിക്കിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് മോഷൻ അണ്ടർ ഗ്രാവിറ്റി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റൻ ആണിത്. എ ബോൾ ഈസ് dropped or thrown from a tower. Another stone is thrown upwards at the same moment. Time after which they will meet is given by. അതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെക്കുക, ആ ടൈമിൻ്റെ ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ആ ടൈമിൻ്റെ ഇക്വേഷൻ ആണ് h ഡിവൈഡ് ബൈ u റിലേറ്റീവ്. ഇതിന് ഡെറിവേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വലിയ ഡെറിവേഷൻ ഒന്നും വരുന്ന ഇക്വേഷൻ അല്ല അല്ലേ? ഇത് ശരിക്കും റിലേറ്റീവ് വെലോസിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അവർ മീറ്റ് ചെയ്യുന്ന ടൈമിൻ്റെ ഇക്വേഷൻ ആണ് h ബൈ u റിലേറ്റീവ്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിലാവാം. ഒന്ന് ഡ്രോപ്ഡ് ആവാം, അല്ലെങ്കിൽ ത്രോൺ ആവാം. എന്താ ഡ്രോപ്പും ത്രോണും തമ്മിലുള്ള വ്യത്യാസം? ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫോൾ ആണല്ലേ. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഒരു ടവർ ഉണ്ട്, ടവറിന്റെ ഹൈറ്റ് h ആണ്. നമ്മൾ മുകളിൽ നിന്ന് ഒരു സ്റ്റോണ് ആദ്യം ഡ്രോപ്പ് ചെയ്യാണ്. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0. ഞാൻ താഴ്ന്ന് വേറൊരു സ്റ്റോൺ മുകളിലോട്ട് എറിയാണ് വിത്ത് വെലോസിറ്റി u1. അങ്ങനെയാണെങ്കിൽ അവർ മീറ്റ് ചെയ്യുന്ന ടൈം എത്രയായിരിക്കും? ഈ ഇക്വേഷൻ വെച്ചിട്ട് t ഈസ് ഈക്വൽ ടു h ബൈ u റിലേറ്റീവ് ഇവിടെ എത്രയാണ്? ഈ ബോളിന് വെലോസിറ്റി ഇല്ല അല്ലേ? അപ്പോൾ ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി പ്ലസ് ഇതിന്റെ വെലോസിറ്റി, കാരണം ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ u1 പ്ലസ് 0 അല്ലെങ്കിൽ u1 തന്നെ. ശരി, ഇനി ഇത് ഫ്രീ ഫോൾ അല്ല എന്ന് വിചാരിക്കുക. ഇവിടെ ഫ്രീ ഫോളിന് പകരം ഞാൻ ഈ ബോളിനെയും ഞാൻ താഴോട്ടൊരു വെലോസിറ്റിയിൽ എറിയാണ് വിത്ത് വെലോസിറ്റി u2. അങ്ങനെയാണെങ്കിൽ അവർ മീറ്റ് ചെയ്യുന്ന ടൈം എത്രയായിരിക്കും? t ഈസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ, ഇപ്പോഴത്തെ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? they are moving in opposite directions with velocities u1 and u2. so the relative velocity is u1 plus u2. അപ്പോൾ അവർ മീറ്റ് ചെയ്യുന്ന ടൈം എന്തായിരിക്കും? t is equal to h divided by u1 plus u2. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറലൈസ്ഡ് ഇക്വേഷൻ. ഇതിനെ നമുക്ക് ഫ്രീ ഫോളിലോട്ടും അല്ലെങ്കിൽ രണ്ട് ബോളിനും വെലോസിറ്റി ഉള്ള കേസിലോട്ടും അപ്ലൈ ചെയ്താൽ നമുക്ക് ഇക്വേഷൻസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ രണ്ട് ഇക്വേഷൻസ്. അപ്പം ഈ ഇക്വേഷൻ ഞാൻ പണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മൊമെന്റ് ഇതിപ്പോൾ നമ്മൾ എങ്ങനെ കൺവെൻഷനലി സോൾവ് ചെയ്യുക? നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു മീറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് x ആണെന്ന്. അങ്ങനെയാണെങ്കിൽ മറ്റേ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? h മൈനസ് x ആയിരിക്കും. എന്നിട്ട് നമ്മളോട് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും അല്ലേ? അല്ലെങ്കിൽ എന്തായാലും എത്ര സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിലും, കാരണം ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്ര സ്പീഡിൽ സോൾവ് ചെയ്യാൻ സാധ്യതയുള്ളവരാണെങ്കിലും അതൊരു അര മിനിറ്റ് മിനിമം എടുക്കും. ആ അര മിനിറ്റിന് പകരം നമുക്ക് h ബൈ u റിലേറ്റീവ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് 2 സെക്കൻഡ് കൊണ്ട് ആൻസറിലെത്താം. ഓക്കെ, സോ അതാണ് ഇങ്ങനത്തെ ഇക്വേഷൻസിന്റെ ഉപകാരം. ശരിയല്ലേ? ശരി, സോ നമ്മൾ അഞ്ചാമത്തെ ഇക്വേഷൻ നോക്കാം. അഞ്ചാമത്തെ ഇക്വേഷൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെയാണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്താണത്? s is equal to u²/2a എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് ബേസിക്കലി നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത്? ഇത് നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷനിലോട്ട് v is equal to 0 എന്നും ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ആക്കിയിട്ട് എക്ക് പകരം -a എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേ സാധനം ന്യൂട്ടന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് വേറെ റിലേഷൻ കൂടി കിട്ടി. ന്യൂട്ടന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? v is equal to u plus at എന്നാണല്ലേ. അപ്പോൾ ഇവിടെയും ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന കേസ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 0 is equal to u minus at എന്നാവും. കാരണം ഇവിടെയും റിട്ടാർഡേഷൻ ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? u is equal to at എന്ന് കിട്ടും, അല്ലെങ്കിൽ a is equal to u by t എന്ന് കിട്ടും. ശരിയല്ലേ? ഈ a is equal to u by t എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ s is equal to u²/2 into u by t എന്ന് വരും. ആ t മുകളിലോട്ട് പോകുമ്പോൾ അത് മുകളിലോട്ട് വരും. ശരിയല്ലേ? ഈ uവും u² കട്ട് ചെയ്ത് പോകും. ബാക്കി ഇതിന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 2s/t is equal to u എന്ന് എഴുതാം. അപ്പം നമ്മൾ u²/2 എന്നുള്ള ഇക്വേഷൻ എല്ലാവരും പഠിക്കുന്നതാണ്. അത് പഠിക്കേണ്ടതെല്ലാം പറഞ്ഞത്. അത് എന്തായാലും പഠിക്കണം, കാരണം അത് വെച്ചിട്ടായിരിക്കും കൂടുതൽ പ്രോബ്ലംസ്. പക്ഷേ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്താ വെച്ചാൽ പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിരുന്നു. കാരണം ഈ ഇക്വേഷനും കൂടി എനിക്ക് അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. സോ u²/2 എന്നുള്ള ഇക്വേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ u is equal to 2s/t എന്നുള്ള ഇക്വേഷനും കൂടി പഠിച്ചു വെക്കുക. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ u is equal to 2s/t. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ആറാമത്തെ ഇക്വേഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ 1 ഡയമെൻഷൻ കഴിഞ്ഞ് നമ്മൾ 2 ഡയമെൻഷനിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ഈക്വൽ വെക്ടേഴ്സ്. ഇത് ബിലീവ് മീ ഗൈസ്, ഇത് എനിക്ക് എൻ്റെ സാറ് ക്ലാസ് എടുക്കും പറഞ്ഞതാണ്. ആൻഡ് ആഫ്റ്റർ ലേണിംഗ് ദിസ് ഇക്വേഷൻ ഇറ്റ് വാസ് വെരി മച്ച് ഈസിയർ ടു സോൾവ് പ്രോബ്ലംസ്. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, ഇത് കാര്യമായിട്ട് പറയുന്നതാണ്. കാരണം ഓരോ തവണയും 2 വെക്ടറിന്റെ റിസൾട്ടന്റ് കാണാൻ r is equal to a² + b² + 2ab cos θ എന്നുള്ള ഇക്വേഷൻ ചെയ്തിട്ട് അതിന്റെ റൂട്ടൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് സോൾവ് ചെയ്തിരുന്ന ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ളത് ഈക്വൽ വെക്ടേഴ്സ് ആയിരുന്നു.
അതുകൊണ്ട് തന്നെ അത്ര കഷ്ടപ്പെട്ട് ആ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഈക്വൽ വെക്ടേഴ്സ് ആണെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ വെക്ടേഴ്സ് ആണെങ്കിൽ, ആൻഡ് ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദോസ് ടു വെക്ടേഴ്സ് ആർ തീറ്റ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? അതിന്റെ സമ്മിന്റെ ഇക്വേഷൻ r is equal to 2a cos theta by 2 ആണ്. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദം, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റ് വെക്ടർ, ആ വെക്ടറിന്റെ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആണല്ലോ, ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ സിമ്പിൾ ആണ്, വേണേൽ ജസ്റ്റ് നോക്കിക്കോ. അതായത് നമുക്കറിയാം r is equal to a square plus b square plus 2ab cos theta റൂട്ട് ആണ് നമുക്കറിയാം അല്ലെ. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ root of a square plus b square plus 2ab cos theta റൂട്ട് ആണ്. ഈക്വൽ വെക്ടേഴ്സ് ആണെങ്കിൽ a is equal to b ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ മാറും? a square plus a square, b ക്ക് പകരം നമ്മൾ a തന്നെ കൊടുക്കും. അപ്പോൾ a square plus a square, that is 2a square plus 2ab, a equal to b ആവുമ്പോൾ 2a square cos theta എന്നാവും. ശരിയല്ലേ? ഇതിൽ നിന്ന് ഞാൻ 2a square പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ബാക്കി ആരാളുള്ളത്? 1 plus cos theta. ആൻഡ് ട്രിഗ്നോമെട്രിക്കലി യു നോ 1 plus cos theta ഇതെന്താ? വാട്ട് ഈസ് 1 plus cos theta? 1 plus cos theta is equal to 2 cos square theta by 2. ശരിയല്ലേ? 1 plus cos theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 cos square theta by 2 ആണ്. അപ്പം ഇതിനെ ഇനി ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണേ. അപ്പോൾ ഇതെന്താ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. 2 into 2, അപ്പോൾ എന്തായി? റൂട്ട് ഓഫ് 4a square cos square theta by 2. ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ പോലെയാണ്. 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, a സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ a, cos square theta by 2ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos theta by 2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഡെറിവേഷനിലോട്ട് എത്തുന്നത്. ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ബട്ട് ഡെറിവേഷനിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ചുരുക്കി പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ, രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് കാണാൻ നിങ്ങൾ ഓരോ തവണയും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഡിറൈവ് ചെയ്ത് അൾട്ടിമേറ്റ്ലി നമ്മൾ ആൻസറിലോട്ട് എത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ എന്താണ്? 2a cos theta by 2 ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ്. ഇനി അതിന്റെ ഡിഫറൻസിന്റെ ഇക്വേഷനോ, ഇഫ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ, അതിന്റെ ഡിഫറൻസിന്റെ ഇക്വേഷനോ അതും സെയിം ആണ്. ആകെ എന്തേ വ്യത്യാസം വരുള്ളൂ? നമുക്കറിയാം വെക്ടേഴ്സിന്റെ ഡിഫറൻസ് ആണെങ്കിൽ 2a square plus b square minus 2ab cos theta എന്നാവും. അപ്പം 2a square minus 2a square cos theta എന്നാവും. അപ്പോൾ ഇതെന്താവും? 1 plus cos theta എന്നുള്ളതിന് പകരം അത് 1 minus cos theta എന്നാവും. ആൻഡ് വാട്ട് ഈസ് 1 minus cos theta? 1 minus cos theta എന്താ? 1 minus cos theta is 2 sin square theta by 2. 2 sin square theta by 2. അപ്പം ഇവിടെ cos square theta by 2 ക്ക് പകരം ആര് വരും? ഇവിടെ sin square theta by 2 എന്ന് വരും. അപ്പോൾ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കോസിന് പകരം എന്ത് കിട്ടും? sin theta by 2 എന്ന് കിട്ടും. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ രണ്ട് വെക്ടർ ഈക്വൽ ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് അല്ലെങ്കിൽ അതിന്റെ സമ്മിന്റെ ഇക്വേഷൻ r is equal to 2a cos theta by 2 ഉം, രണ്ട് വെക്ടർ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഡിഫറൻസിന്റെ ഇക്വേഷൻ r is equal to 2a sin theta by 2 ഉമാണ്. അപ്പോൾ ഇനി ഓരോ തവണയും നിങ്ങളുടെ ഈക്വൽ വെക്ടേഴ്സിന്റെ സമ്മും ഡിഫറൻസും ആണ് ചോദിക്കുന്നെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഏതേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? സം ആണെങ്കിൽ 2a cos theta by 2, ഡിഫറൻസ് ആണെങ്കിൽ 2a sin theta by 2. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഇക്വേഷനിലോട്ട് പോകാം. അടുത്തത്, ഇഫ് n coplanar equal vectors will give a resultant of 0 if the angle between them is. ഓക്കെ, അപ്പം n coplanar vectors നമുക്ക് എപ്പോഴാണ് 0 റിസൾട്ടന്റ് തരാമെന്നാണ് ചോദിച്ചത്. അപ്പം അത് 0 റിസൾട്ടന്റ് തരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ ബിറ്റ്വീൻ ദം ഷുഡ് ബി 360/n ഇഫ് ആംഗിൾ is measured in degree, and it should be 2π/n if angle is measured in radians. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് n എത്രയാവും? n 2 ആവും, 3 ആവും, 4 എന്തോ. അപ്പോൾ n 2 ആണെന്ന് വിചാരിക്കുക. n 2 ആണ്, രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആണ്. എപ്പോഴാണ് അത് റിസൾട്ടന്റ് ഈക്വൽ 0 എന്ന് വരിക? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും അല്ലേ. അപ്പോൾ 360, ഇപ്പോൾ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആണെങ്കിൽ n is equal to 2 ആണ്. അപ്പോൾ അവർ 0 റിസൾട്ടന്റ് തരണമെന്നുണ്ടെങ്കിൽ 360/2, ദാറ്റ് ഈസ് 180 ഡിഗ്രിയിലാവുമ്പോഴാണ് അവരുടെ റിസൾട്ടന്റ് 0 ആവുക. ശരിയല്ലേ? ഇനി മൂന്ന് ഈക്വൽ വെക്ടേഴ്സ് റിസൾട്ടന്റ് 0 തരുന്നുണ്ടെങ്കിൽ 360/3, അതായത് 120 ഡിഗ്രിയിലാവുമ്പോഴാണ് അതിന്റെ റിസൾട്ടന്റ് 0 ആവുക. 4 ഈക്വൽ വെക്ടേഴ്സ് എപ്പോഴാവുക? 90 ഡിഗ്രി, 360/4 അല്ലേ. 4 വെക്ടേഴ്സ്, ഒന്ന് മുകളിലോട്ട്, ഒന്ന് താഴോട്ട്, ഒന്ന് ലെഫ്റ്റിലോട്ട്, ഒന്ന് റൈറ്റിലോട്ട്, അങ്ങനെ 90 ഡിഗ്രി വരുമ്പോഴാണ് ഈ റിസൾട്ടന്റ് 0 ആവുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ n ഈക്വൽ വെക്ടേഴ്സ് എപ്പോഴാണ് ഇതിന്റെ റിസൾട്ടന്റ് 0 തരിക? ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 360/n ഓർ 2π/n. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ടി, എച്ച് ആൻഡ് ആർ. ഇത് വീണ്ടും എൻ്റെ സാർ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഇക്വേഷൻ ആണ്. ഇത് സാർ പറഞ്ഞു തന്നപ്പം, അതായത് ഇത് +1 എന്ന് ഞങ്ങൾക്ക് ഒരു സാർ പറഞ്ഞു തന്നിട്ടില്ല. അത് കഴിഞ്ഞ് +2 എത്തിയപ്പോൾ നമുക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട് +1 ക്ലാസ് വീണ്ടും എടുക്കുമ്പോഴാണ് സാർ ഇക്വേഷൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, സാർ ഇത് ഒരു കൊല്ലം മുമ്പ് പറഞ്ഞു നിങ്ങൾ, ഞാൻ എത്ര പ്രോബ്ലംസ് ആണ് ഞാൻ വെറുതെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ടിയും എച്ചും ആറും തമ്മിലുള്ള കോമൺ റിലേഷൻ. ആൻഡ് ടി എന്ന് പറഞ്ഞ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, എച്ച് എന്ന് പറഞ്ഞ മാക്സിമം ഹൈറ്റ് ആണ്, ആർ എന്ന് പറഞ്ഞ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ ഇസ് ഗിവൻ ബൈ gt² is equal to 8h is equal to 2r tan theta. നിങ്ങൾ പ്രൊജക്ടൈൽ മോഷനിലെ അല്ലെ പോട്ടെ മോഷണൽ പ്ലെയിനിലെ 50 ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അതിൽ മിനിമം 5 to 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ മാത്രം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ദിസ് ഗീവ്സ് ദി റിലേഷൻ ബിറ്റ്വീൻ ടി, എച്ച് ആൻഡ് ആർ.
ഇത് മൂന്നും നമ്മൾ റിലേഷൻ കോമൺ ആയിട്ട് തരികയാണ്. അപ്പോൾ നമ്മൾ ടിയും എച്ചും നമ്മൾ റിലേഷൻ ചോദിച്ചാലും എച്ചും ആറും നമ്മൾ റിലേഷൻ ചോദിച്ചാലും ടിയും ആറും നമ്മൾ റിലേഷൻ ചോദിച്ചാലും എന്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈക്വേഷൻ യൂസ് ചെയ്യാം. സോ GT² = 8h = 2r tan θ ഇൻ എ പ്രൊജക്ടൈൽ മോഷൻ. അടുത്തതിലോട്ട് പോകാം. അടുത്ത സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പക്ഷേ ഇതും പലപ്പോഴും എല്ലാ സ്റ്റുഡൻസിനും അറിയാത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. F = mv²/r അല്ലേ? F = mv²/r എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുന്നതാണ്. ഇതിലോട്ട് തന്നെ നമുക്കറിയാം V = r ω എന്നുള്ള ഇക്വേഷൻ ഇതിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ mv²/r നമുക്ക് 3 രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് mr ω² എന്ന് എഴുതാം. അതേപോലെ തന്നെ m × v × ω എന്നും എഴുതാം. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. ഈ ഇക്വേഷനിലോട്ട് ഇതിനെടുത്ത് ഇട്ടാൽ മതി. സോ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈ 3 ഇക്വേഷൻ ഉണ്ട്. F = mv²/r, F = mr ω², F = mv ω. പലപ്പോഴും സ്റ്റുഡൻസിന് ഈ ഇക്വേഷൻ മാത്രം അറിയുന്നതുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരുപാട് കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈ 3 ഇക്വേഷൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു വെക്കാം. ഓക്കെ, ശരി. അടുത്ത് നോക്കാം. ദി ടൈം ആഫ്റ്റർ വിച്ച് വെലോസിറ്റി ഓഫ് എ വെർട്ടിക്കൽ പ്രൊജക്ടൈൽ ബിക്കംസ് പെർപെൻഡിക്കുലർ ടു ദി ഇനീഷ്യൽ വെലോസിറ്റി ഈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്കറിയാം ഒരു വെർട്ടിക്കൽ പ്രൊജക്ടൈൽ ആണെങ്കിൽ അതൊരു വെർട്ടിക്കൽ പ്രൊജക്ടൈൽ ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് u cos തീറ്റയും വെർട്ടിക്കൽ കോമ്പണന്റ് u sin തീറ്റയാണ് നമുക്കറിയാം അല്ലേ? ശരിയല്ലേ? ഇത്രയും നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ഒരു വെർട്ടിക്കൽ പ്രൊജക്ടൈലിന്റെ ux എന്ന് വെച്ചാൽ x ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി u cos തീറ്റയും y ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി u sin തീറ്റയും ആണെന്ന് നമുക്കറിയാം. അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ പ്രൊജക്ടൈൽ ഇനീഷ്യൽ വെലോസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് u cos തീറ്റ i പ്ലസ് u sin തീറ്റ j. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇനി ഒരു വെർട്ടിക്കൽ പ്രൊജക്ടൈലിന്റെ ഫൈനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള Vx ന്റെ ഇക്വേഷൻ അത് വീണ്ടും u cos θ ആയിരിക്കും. കാരണം നമുക്കറിയാം ഒരു പ്രൊജക്ടൈലിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഒരിക്കലും മാറില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും u cos θ ആയിരിക്കും. ഇനി Vy എന്തായിരിക്കും? Vy കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ന്യൂട്ടന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യണം. അപ്പോൾ Vy = v = u + yt എന്നുള്ള ഇക്വേഷന്റെ നമുക്ക് 2D ഫോമിൽ എഴുതി കഴിഞ്ഞാൽ Vy = uy + ayt എന്നാണ്. ശരിയല്ലേ? എന്ന് വെച്ചാൽ Vy = uy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ? uy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u sin θ ആണ്. അപ്പോൾ u sin θ മൈനസ് a എത്രയാണ് ഇവിടെ? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -g ആണല്ലേ? വെർട്ടിക്കൽ പ്രൊജക്ടൈലിൽ മോഷൻ മുകളിലോട്ടാണ്, ആക്സലറേഷൻ താഴോട്ടാണ്. അതുകൊണ്ട് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -g ആണ്. അപ്പോൾ u sin θ - gt. ശരിയല്ലേ? u sin θ - gt. അപ്പം എനിക്ക് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് v എങ്ങനെ എഴുതാം? v = u cos θ i plus u cos θ i plus u sin θ minus gt into j എന്ന് എഴുതിക്കൂടെ? കാരണം x ഡയറക്ഷനിലുള്ള വെലോസിറ്റി u cos θ യും y ഡയറക്ഷനിലുള്ള വെലോസിറ്റി u sin θ - gt ആണ്. അപ്പം v = u cos θ i plus u sin θ - gt എന്ന് എഴുതാം. ഇനി നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടൈം ആഫ്റ്റർ വിച്ച് വെലോസിറ്റി ഓഫ് ദി പ്രൊജക്ടൈൽ ബിക്കംസ് പെർപെൻഡിക്കുലർ ടു ദി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ യും വെക്ടർ വിയും എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവുക എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. വെക്ടർ യും വെക്ടർ വിയും എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവുക? അപ്പോൾ നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എത്രയായിരിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ u.v = 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഡോട്ട് ചെയ്യുക? ഇതിൽ ഐന്റെ കൂടെ രണ്ടിടത്തുള്ള സാധനത്തിന് മൾട്ടിപ്ലൈ ചെയ്യില്ലേ? അപ്പോൾ u cos θ × u cos θ. അപ്പോൾ u cos θ × u cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u² cos² θ പ്ലസ് ജെന്റെ കൂടെയുള്ള സാധനത്തിന് മൾട്ടിപ്ലൈ ചെയ്യില്ലേ? അപ്പോൾ u sin θ × u sin θ - gt. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒരു സ്റ്റെപ്പ് കുറക്കുകയാണ്. ബ്രാക്കറ്റ് ഇവിടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. u sin θ × u sin θ എന്താ? u² sin² θ അല്ലേ? പിന്നെ u sin θ × -gt. അപ്പം -u sin θ gt. ശരിയല്ലേ? ശരി. ഇനി ഇവിടുന്ന് നമ്മൾ u² പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ cos² θ പ്ലസ് sin² θ എന്നാവും. വാട്ട് ഈസ് cos² θ പ്ലസ് sin² θ? 1. അപ്പോൾ u² cos² θ പ്ലസ് u² sin² θ എന്ന് പറഞ്ഞാൽ എന്താണ്? u² തന്നെയാണ്. -u sin θ gt = 0 അല്ലേ? = 0. ഞാൻ ഇതാ ഇവിടെ എഴുതുകയാണേ. അപ്പം എന്താ? u² - u sin θ gt = 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം u² u sin θ gt എന്നാവും. u² u sin θ gt എന്നാവും. ശരിയല്ലേ? അപ്പോൾ u² പോയി. ബാക്കി t എന്ത് കിട്ടും? t = u/g sin θ എന്ന് കിട്ടും. t = u/g sin θ. സോ time after which the velocity of a projectile becomes perpendicular to the initial velocity is t = u/g sin θ. എനിക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഡെറിവേഷൻ ഒന്നും ഇല്ലാണ്ട് ഇത് മാത്രം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരുന്നു t = u/g sin θ എന്ന്. പക്ഷേ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിൽ രണ്ട് പ്രൊജക്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ന് പറയും. എന്നിട്ട് എപ്പോഴാണത്
പെർപെൻഡിക്കുലർ ആവുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. നമ്മൾ ആദ്യം ഇനീഷ്യൽ വെലോസിറ്റിനെയും ഫൈനൽ വെലോസിറ്റിനെയും വെക്ടർ ഫോമിൽ എഴുതും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതും പഠിച്ചു വെക്കുക. സോ velocity time after which velocity of a projectile becomes perpendicular to the initial velocity is given by t is equal to u by g sin theta. Okay അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം. സോ ഇത് ലോസ് ഓഫ് മോഷനിലാണ്. സോ വെൻ 3 bodies are kept in a contact and force is applied on the body, the contact force is given by. അപ്പോൾ കോൺടാക്ട് ഫോഴ്സ് വെച്ചുള്ള ക്വസ്റ്റൻസ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അതായത് നമ്മൾ എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, അതായത് T2 എത്രയാണ്, T1 എത്രയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇത് കോൺടാക്ട് ഫോഴ്സ് കാണാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒറ്റ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു മാസ് അഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. എന്താ പറഞ്ഞത്? ഫോഴ്സ് ഇൻറ്റു മാസ് അഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. മാസ് അഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ എത്ര മാസ് ഉണ്ടെന്ന്. അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്ക്, ഇപ്പോൾ നമ്മളിവിടെ T2 ചോദിച്ചു എന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടുന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തു, നമുക്ക് T2 എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ T2 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു മാസ് അഹെഡ്. മാസ് അഹെഡ് എന്ന് പറഞ്ഞാൽ T2ൻ്റെ മുമ്പിൽ ഇനി എത്ര മാസ് ഉണ്ട്? T2ൻ്റെ മുമ്പിൽ ഇവിടെ M1 ഉം M2 ഉള്ളത്. അപ്പം മാസ് അഹെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ M1 പ്ലസ് M2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്? M1 പ്ലസ് M2 പ്ലസ് M3. മനസ്സിലായോ? മാസ് അഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദിച്ച ഫോഴ്സിന്റെ മുന്നോട്ട് ഇനി എത്ര മാസം ഉണ്ടെന്ന്. അപ്പോൾ നമ്മളോട് T1 ആണ് ചോദിച്ചെങ്കിലോ, T1 ആണ് ചോദിച്ചത് എങ്ങനെ മാറും? T1 ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു T1 ആണെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിലോട്ട് ആര് മാത്രമേ ഉള്ളൂ? ഒറ്റ മാസേ ഉള്ളൂ. അപ്പോൾ M2 എന്ന് വേണ്ട. അപ്പോൾ ആര് മാത്രം മതി? M1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. മനസ്സിലായോ? അതേപോലെ ഈ ക്വസ്റ്റൻ നോക്ക്. ഈ ക്വസ്റ്റൻ ആണെങ്കിൽ ഇവിടെ നമ്മളോട് ഇപ്പോൾ T1 ചോദിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ T1 ചോദിച്ചെങ്കിൽ ഈ ക്വസ്റ്റനിലെ കാര്യമാണ് പറയുന്നത്. T1 ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയായിരിക്കും? ഫോഴ്സ് ഇൻറ്റു മാസ് അഹെഡ്. മാസ് അഹെഡ് ഇവിടെ എത്രയാണ്? M2 പ്ലസ് M3. അപ്പം M2 പ്ലസ് M3 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്? M1 പ്ലസ് M2 പ്ലസ് M3. ഓക്കെ, അപ്പോൾ നമ്മളോട് കോൺടാക്ട് ഫോഴ്സിന്റെ എങ്ങനത്തെ ക്വസ്റ്റൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒറ്റ ഇക്വേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. എന്ത്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു കോൺടാക്ട് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഗിവൻ ഫോഴ്സ് ഇൻറ്റു മാസ് അഹെഡ്. മാസ് അഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ച കോൺടാക്ട് ഫോഴ്സിന്റെ മുന്നോട്ടിന് എത്ര മാസ് ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിച്ചാൽ ഇവിടെ T1 T2 ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്ന കേസാണെങ്കിലും ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്ന കേസാണെങ്കിലും T1 ഉം T2 കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഈ ഇക്വേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്തത് പുള്ളി ഇത് കോൺസെപ്റ്റ് വരുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ആക്സലറേഷൻ ഓഫ് എ പുള്ളി സിസ്റ്റം കാണാൻ നിങ്ങൾ എപ്പോഴും ഒറ്റ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ആക്സലറേഷൻ ഓഫ് എ പുള്ളി സിസ്റ്റം ഇസ് ഗിവൻ ബൈ നെറ്റ് ഫോഴ്സ്. ആക്സലറേഷൻ ഓഫ് എ പുള്ളി സിസ്റ്റം ഇസ് ഗിവൻ ബൈ നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ നമ്മൾ കോൺടാക്ട് ഫോഴ്സിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ ആക്സലറേഷൻ ഓഫ് എ പുള്ളി സിസ്റ്റം. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഈ ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതും ഞാൻ എക്സാമ്പിൾ വഴി കാണിച്ചു തരാം. അപ്പോൾ നോക്കാം, 2 പുള്ളി സിസ്റ്റം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ കാണുന്ന ക്ലാസിക്കൽ പുള്ളി സിസ്റ്റം. ഇവിടെ M2 ഗ്രേറ്റർ ദാൻ M1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? ഇവിടെ M2 ഗ്രേറ്റർ ദാൻ M1 ആണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? M2G താഴോട്ടുണ്ടാവും അല്ലേ? അപ്പം M2 ഗ്രേറ്റർ ദാൻ M1 ആയതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഈ പുള്ളിയാണ് താഴോട്ട് മൂവ് ചെയ്യുക, ഈ പുള്ളി മുകളിലോട്ട് പോയി ചെയ്യും. അപ്പോൾ ഇതിൻ്റെ M1G എന്നുള്ളത് മുകളിലോട്ടായിരിക്കും, M2G താഴോട്ടായിരിക്കും. അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്രയാണ്? M2G മൈനസ് M1G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. സോ ജീനെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ G ഇൻറ്റു M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആയിരിക്കും ഇതിൻ്റെ ആക്സലറേഷൻ. സോ ഇതിൻ്റെ ഓരോ ഫ്രീ ബോഡി ഡയഗ്രാം എല്ലാം വെച്ച് ടെൻഷൻ എല്ലാം വെച്ച് ഈ ഒരു നമ്മൾ ഇതിൻ്റെ ആക്സലറേഷൻ നമ്മളോട് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇതിൻ്റെ ആക്സലറേഷൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ടെൻഷൻ എന്നുള്ള സാധനം കണ്ടുപിടിക്കുന്നേ വേണ്ട, നമുക്ക് ഈ ഇക്വേഷൻ അറിയെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ടെൻഷൻ എല്ലാം വരും. സോ ടെൻഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോവുക ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ആക്സലറേഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ ഇതിൻ്റെതാണെങ്കിൽ G ഇൻറ്റു M2 മൈനസ് M1 ബൈ M1 പ്ലസ് M2 വരും. ഈ സിസ്റ്റം ആണെങ്കിലോ ഈ സിസ്റ്റത്തിൽ നെറ്റ് ഫോഴ്സ് M1 മുകളിലോട്ട് ഇവിടെ റെസ്റ്റിലാണല്ലേ, അല്ലെങ്കിൽ M1 ഒരു സർഫസ് വെച്ച് സപ്പോർട്ടഡ് ആണ്. ആര് മാത്രമേ ഇവിടെ നെറ്റ് ഫോഴ്സ് ഉണ്ടാക്കുന്നുള്ളൂ? M2G മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സോ ഇവിടുത്തെ ആക്സലറേഷൻ ഇക്വേഷൻ എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എന്താണ്? M2G ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്? അത് വീണ്ടും M1 പ്ലസ് M2. സംശയമില്ലല്ലോ? ഇല്ല. അപ്പം നിങ്ങളോട് എങ്ങനത്തെ പുള്ളി സിസ്റ്റം, ഏത് തരത്തിലുള്ള പുള്ളി സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒറ്റ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്താൽ മതി. എന്ത്? ആക്സലറേഷൻ കാണാൻ വേണ്ടി അവിടുത്തെ നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ഇക്വേഷൻ നോക്കാം. നമ്മൾ 13ാമത്തേലെത്തി അല്ലേ? 13ാമത്തെ ഇക്വേഷൻ നമ്മൾ പറയുന്നത് സർക്കുലർ മോഷനിലാണ്, അതായത് ഓൾമോസ്റ്റ് നമ്മൾ റൊട്ടേഷനിലോട്ട് എത്തി. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്, അതായത് നമുക്ക് വണ്ടിയും
ലോസ് ഓഫ് മോഷനും റൊട്ടേഷനും എന്ന് വെച്ചാൽ ഫ്രീ ഫോളും സ്ലൈഡിംഗ് മോഷനും റോളിംഗ് മോഷനും എല്ലാം കൂടി കമ്പയർ ചെയ്യുന്ന ഈ മൊത്തം ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്ന ഒരു ടേബിൾ എൻ്റെ കയ്യിലുണ്ട്. ആ ടേബിൾ ഞാൻ ആദ്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ. നിങ്ങൾക്കറിയാം ഓൾറെഡി ഈ വീഡിയോ നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോനേക്കാളും കുറച്ചും കൂടി ലെങ്ത് കൂടിയിട്ടുണ്ട്. കാര്യം ഇവിടെ നമുക്ക് ഒരുപാട് ഡെറിവേഷൻസും ഇക്വേഷൻസും എല്ലാം പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ ഇക്വേഷൻ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മറക്കും. അപ്പോൾ അതിലോട്ട് എങ്ങനെ എത്തിയെന്നുള്ള കാര്യങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പറയണം. എല്ലാ സ്ഥലത്തും ഞാൻ പറയില്ല, റെലവൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അത് പറയണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ലെങ്ത് കൂടി പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞ ടേബിളും കൂടി ഈ 3 ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുന്ന ടേബിളും കൂടി ഇതിലൂടെ കയറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് ആ ടേബിൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അടുത്ത് വരുന്നതായിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ആ ടേബിൾ. കാരണം നമ്മൾ 3 ചാപ്റ്റേഴ്സിലെ എല്ലാ കോൺസെപ്റ്റും ഒരുമിച്ച് അതിൽ കമ്പയർ ചെയ്യാൻ പോവാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ തൽക്കാലം നോക്കുക, നമ്മളോട് ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോൺ ടൈഡ് അറ്റ് ദി എൻഡ് ഓഫ് എ റോപ്പ് ജസ്റ്റ് കംപ്ലീറ്റ്സ് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഇസ് ഗിവൻ ബൈ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണ്ട, ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഇതിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതായത് ഒരു ഒബ്ജക്റ്റിൽ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് പോയിന്റ്സിലെ ഈ പോയിന്റിലെ എല്ലാ വെലോസിറ്റി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ഈസ് ഗിവൻ ബൈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √3gr + 2gr cos θ, where θ is the angle measured from bottom most point. ഈ പോയിന്റിൽ നിന്ന് മെഷർ ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് പോയിന്റിലെ വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ കാണാം. വെലോസിറ്റി അറ്റ് എനി പോയിന്റ്. സോ ഇപ്പോൾ പോയിന്റ് പി ആണെങ്കിൽ ഇതാണ് ആ ആംഗിൾ തീറ്റ. അപ്പോൾ നമുക്ക് ഏത് ആംഗിളിലെയും വെലോസിറ്റി കാണാം. v = √3gr + 2gr cos θ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ തവണയും ഇനി നിങ്ങളോട് ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ ടെൻഷൻ എല്ലാം കണ്ട് ഓരോ പോയിന്റിലെ വെലോസിറ്റി വീണ്ടും കാണാൻ നിൽക്കരുത്. അതിന് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് √3gr + 2gr cos θ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു സർക്കുലർ മോഷൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ബോട്ടം മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? √5rg ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ബോട്ടം മോസ്റ്റ് പോയിന്റ് ആണെങ്കിൽ തീറ്റ എത്രയാണ്? തീറ്റ 0 ആണ്. അപ്പോൾ cos 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ √3gr + 2gr എന്ന് വരും. എന്ന് വെച്ചാൽ √5gr അല്ലെങ്കിൽ √5rg. ഇനി ഈ പോയിന്റ് വെലോസിറ്റി √3rg നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതും ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അവിടെ തീറ്റ 90 ആണ്. അപ്പോൾ എത്രയാവും? 0 എന്നോ ഈ ടേം. cos 90 0. അപ്പോൾ ഈ മൊത്തം ടേം 0. അപ്പം 3rg അതാണ് ഈ പോയിന്റിലെ വെലോസിറ്റി. അപ്പോൾ ഇവിടെ √5rg, ഇവിടെ √3rg. ഇനി ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ തീറ്റ എത്രയാണ്? തീറ്റ 180 ഡിഗ്രി ആണ്. അപ്പോൾ cos 180 എത്രയാണ്? cos 180 -1 ആണ്. അപ്പോൾ √3gr - 2gr എന്ന് വരും. അപ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എത്രയാണ്? √rg. അപ്പോൾ നിങ്ങൾക്ക് ഏത് പോയിന്റിലും ഇവിടെ ഏത് പോയിന്റിലെ വെലോസിറ്റി കാണാനും നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു √3gr + 2gr cos θ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അടുത്തിലോട്ട് പോകാം. സോ നമുക്ക് 14ാമത്തെ ഇക്വേഷൻ നോക്കാം അല്ലേ? 14ാമത്തെ ഇക്വേഷൻ ഗ്രാവിറ്റേഷനിലാണ്. സോ ഇഫ് എ ബോഡി ഈസ് ത്രോൺ അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി nve, ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ഇൻഫിനിറ്റി വിൽ ബി ഗിവൻ ബൈ. അപ്പോൾ ഇത് ഞാൻ തന്നെ ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ്. സിമ്പിൾ ആണ്, അധികം പണിയൊന്നുമില്ല. അതായത് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് വെലോസിറ്റി കൊടുക്കണം? നമ്മൾ അതിന് ve എന്നുള്ള വെലോസിറ്റി കൊടുക്കണം. അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി കൊടുത്താലേ അത് ഇൻഫിനിറ്റിയിലോട്ട് എത്തുള്ളൂ അല്ലേ? അപ്പോൾ ve ആണ് ഇതിന്റെ വെലോസിറ്റി. അതിന്റെ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ½ m × ve². ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലൂടെ എത്തിക്കണമെങ്കിൽ അതിന് എത്ര കൈനറ്റിക് എനർജി കൊടുക്കണം? ½ m ve² കൈനറ്റിക് എനർജി കൊടുക്കണം. എല്ലാവർക്കും സംശയമില്ലല്ലോ? ഇല്ല. ഞാൻ ഈ ക്വസ്റ്റൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ 2ve ഒരു ക്വസ്റ്റൻ ആയിരുന്നു കണ്ടത്. അതായത് 2ve എന്നുള്ള വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻഫിനിറ്റിയുള്ള വെലോസിറ്റി എത്രയായിരിക്കും എന്നുള്ളത്. അപ്പോൾ 2ve വെലോസിറ്റിയിൽ എറിഞ്ഞ ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി എത്രയാണ്? ½ m × 2ve². ശരിയല്ലേ? അല്ലെങ്കിൽ ½ m × 4ve². ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ½ m × 4ve². അപ്പോൾ ഇതിന്റെ കൈനറ്റിക് എനർജി ഇത്രയുണ്ട്. നമുക്ക് എത്ര മതി ഇൻഫിനിറ്റിയിലൂടെ എത്താൻ? ½ m × ve². അപ്പോൾ ഇതിന് ഇൻഫിനിറ്റിയിലൂടെ എത്തുമ്പോൾ എത്ര കൈനറ്റിക് എനർജി ബാക്കി ഉണ്ടാവും? ടോട്ടൽ ½ m 4ve² ഉണ്ട്. അതിൽ നിന്ന് ½ m ve² പോയി. അപ്പോൾ എത്ര ബാക്കി ഉണ്ടാവും? ½ m × 3ve² ഉണ്ടാവും. ശരിയല്ലേ? ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ? ഇൻഫിനിറ്റിയിൽ എൻ്റെ വെലോസിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഫിനിറ്റിയിലെ വെലോസിറ്റി ഞാൻ x ആണ് അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ കൈനറ്റിക് എനർജി എത്രയാണ്? ½ mx². ശരിയല്ലേ? അത് എത്രയും നമുക്ക് ഓൾറെഡി കിട്ടി? ½ m × 3ve² എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ ½ m പോയി. ബാക്കി x എത്രയാണ്? x is equal to √3 times into ve. സോ ഈ ക്വസ്റ്റൻ നമ്മൾ സോൾവ് ചെയ്യല് ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അതായത് എസ്കേപ്പ് ഇൻഫിനിറ്റിയിലൂടെ എത്താൻ നമുക്ക് ½ m ve² കൈനറ്റിക് എനർജി മതി. പിന്നെ അത് പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി എത്ര എക്സ്ട്രാ എനർജി ഉണ്ടാവും നോക്കും. അതിന് നമ്മൾ കൈനറ്റിക് എനർജി ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ 2ve ആണെങ്കിൽ 3ve ആണെങ്കിൽ എത്ര ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണം? സോ nve എന്നുള്ള വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി അറ്റ് ഇൻഫിനിറ്റി വിൽ ബി √n² - 1 × ve.
സോ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. എന്ത്, നമ്മൾ ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി അറ്റ് ഇൻഫിനിറ്റി ഇഫ് എൻ ഒബ്ജക്ട് ഇസ് ത്രോൺ വിത്ത് വെലോസിറ്റി nv ഈസ് √(n²-1 v)। അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ആണെങ്കിൽ എത്ര, 2² - 1 എന്ന് വെച്ചാൽ √3ve. ഇനി 3veയിൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാലോ √3² - 1 എന്ന് വെച്ചാൽ √8ve. 4veയിൽ എറിഞ്ഞു കഴിഞ്ഞാലോ √15ve. ഇനി നിങ്ങളോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡിൽ ആൻസർ പറയാൻ പറ്റും. ആൻഡ് വി ആർ മൂവിങ് ഇൻ ടു ദി ഫൈനൽ ഇക്വേഷൻ. സോ നമുക്ക് ഈ വീഡിയോയിൽ ലാസ്റ്റത്തെ ഇക്വേഷൻ നോക്കാം. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ എനർജിക്ക് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ u = mgh ആണല്ലേ. അപ്പോൾ ഗ്രാവിറ്റേഷനിൽ എത്തിയപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും u = mgh എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ തെറ്റാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് h ഈസ് കമ്പാരബിൾ ടു ദി റേഡിയസ് ഓഫ് എർത്ത്, നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, വെൻ h ഈസ് വെരി മച്ച് സ്മോൾ കമ്പയർഡ് ടു ദി റേഡിയസ് ഓഫ് എർത്ത്. ഇഫ് h ഈസ് കമ്പാരബിൾ ടു ദി റേഡിയസ് ഓഫ് എർത്ത്, നമ്മളോട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് u = mghr/h+r. അപ്പോൾ നിങ്ങളോട് വലിയ ഹൈറ്റിലോട്ട് ഏതെങ്കിലും ഒബ്ജക്റ്റ് പോയി അവിടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് വേറെ ആൻസറാണ് കിട്ടുക. അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്, u = mghr/h+r. ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടൊരു ഇക്വേഷനാണ്. കാരണം ഇത് വെച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ വിത്ത് ദിസ് വി കം ടു എൻ എൻഡ് ഓഫ് ദിസ് സെഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ 15 ഇക്വേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തപ്പോൾ M മാത്രം അടിയിൽ വന്നു. നമ്മൾ പുതുതായിട്ടൊരു സംഭവം തുടങ്ങുന്നുണ്ട്. അതായത് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്രൂപ്പിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് ഇനി വേണ്ട കണ്ടൻസ് നിങ്ങൾക്ക് അവിടെ സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വീഡിയോ ചെയ്യേണ്ടത്, ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെയ്യാം. സോ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ ലിങ്ക് വഴി എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം. സോ ലെറ്റ്സ് ഫിനിഷ്. ഇതോടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ വീഡിയോൻ്റെ എൻഡിലോട്ട് എത്തുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോസിനേക്കാളും ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണെന്ന് എനിക്കറിയാം. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ 15 ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്തു. അതിൽ പല സ്ഥലങ്ങളും നമ്മൾ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആ ഡെറിവേഷൻ ആവശ്യം വരും. അത് റെലവൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ആ √3gr + 2gr cos θ എന്നുള്ള ഇക്വേഷൻ്റെ അവിടെ ഞാൻ ഡെറിവേഷൻ പറഞ്ഞിട്ടില്ല. കാരണം അത് നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ഒരു വെക്ടർ എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എപ്പോൾ പെർപെൻഡിക്കുലർ ആവുന്നുള്ള ഡെറിവേഷൻ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആവശ്യം വരും. സോ അതുകൊണ്ടാണ് വീഡിയോൻ്റെ ലെങ്ത് കൂടിപ്പോയത്. ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാം നിങ്ങളെ റെസ്പോൺസ് ഞാൻ അറിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു ആവേശം തരുന്നത് എന്താണ്, നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താലേ ഇത് കൂടുതൽ പേർക്ക് എന്താവുള്ളൂ, സജഷനായിട്ട് പോകുള്ളൂ. സോ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.